PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തു എന്നൊരു സൂചനയുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തു എന്ന ഒരു സംശയം ഇപ്പോഴുണ്ട്. ആ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ നൽകുകയാണ്. നേരത്തെ PS പ്രശാന്ത് തന്റെ അറസ്റ്റ് ഇന്ന് നടക്കും എന്ന സൂചന നൽകിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നേരത്തെ തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകർക്കടക്കം PS പ്രശാന്തിന്റെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നുണ്ട്, രാഷ്ട്രീയ പ്രേരിതമായ ഒരു അറസ്റ്റ് ആയിരിക്കും അത് എന്ന് തന്നെ PS പ്രശാന്ത് സൂചന നൽകിയിരിക്കുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം PS പ്രശാന്ത് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേരത്തെയുള്ള പ്രസിഡന്റ് PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം പ്രതീക്ഷ നേരത്തെ തന്നെ PS പ്രശാന്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായ ഒരു അറസ്റ്റിന് വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ്. ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തോ എന്നാണ് ലഭിക്കുന്ന വിവരം. അരുൺകുമാർ, വളരെ നിർണായകമായൊരു നീക്കം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വീട്ടിൽ എത്തിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ PS പ്രശാന്തുമായി വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം തിരിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. കാരണം ഈ നേരത്തെ ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് കടക്കുമെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരിക്കും എന്നതായിരുന്നു കരുതിയിരുന്നത്. ഇന്ന് അതിനുള്ള ഒരു സൂചന PS പ്രശാന്തും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് രാവിലെയോടുകൂടി ഈ PS പ്രശാന്തിന്റെ വീട്ടിൽ അന്വേഷണ സംഘം എത്തി എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എത്തി PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അന്വേഷണ സംഘം വീട്ടിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് PS പ്രശാന്തിനെ കൊണ്ടുവരും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകാൻ കഴിയുന്ന വിവരം. 2025 ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിൽ ഉള്ള കാര്യവുമായി ബന്ധപ്പെട്ടാണ് PS പ്രശാന്തിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അന്ന് വലിയ ഗൂഢാലോചന നടന്നു, വലിയ അട്ടിമറികൾ നടന്നു എന്നതാണ് പ്രധാനമായും SIT ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അന്ന് ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി PS പ്രശാന്ത് ഗൂഢാലോചന നടത്തി. 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ 2025 ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് എന്നതാണ് പ്രധാനമായും SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ട് എന്ന് SIT കോടതിയെ അറിയിച്ചിരുന്നു. ഈ വ്യാജരേഖ ചമയ്ക്കൽ, ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കുറ്റങ്ങൾ PS പ്രശാന്തിനെതിരെ ഉണ്ട് എന്നതാണ് SIT ഹൈക്കോടതിയിൽ അറിയിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. PS പ്രശാന്തിന് പുറമെ അന്നത്തെ ബോർഡ് അംഗമായ അജികുമാർ ഉൾപ്പെടെ പ്രതിയാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് SIT നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മാസത്തിനകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേക കേസെടുത്ത് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി തന്നെ അന്വേഷണം നടത്തുകയോ ചെയ്യുക എന്നതായിരുന്നു SITയോട് പറഞ്ഞിരുന്നത്. പക്ഷേ പ്രത്യേക കേസ് നിലവിൽ SIT എടുത്തിട്ടില്ല. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റ് നടപടികളിലേക്ക് പോവുക എന്നതാണ് പ്രധാനമായും SIT ഇപ്പോൾ വിചാരിച്ചിരിക്കുന്ന കാര്യം. ഈ പ്രധാനമായും 2025 ഇടപാടുമായി ബന്ധപ്പെട്ട 3 തവണ PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്തതാണ്. അന്ന് ഈ SITയോട് കൃത്യമായി സഹകരിക്കുക കൂടി ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അതിൽ തുടർ നടപടി ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് PS പ്രശാന്ത് ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർക്കണമെന്ന ഒരു ആവശ്യവുമായി SIT ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. 2025 ദ്വാരപാലപാളികൾ കൊണ്ടുപോയതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ SIT ഹൈക്കോടതി അറിയിച്ചു. PS പ്രശാന്തിനെതിരെ വലിയ കണ്ടെത്തലുകൾ ഉണ്ട്. ഈ വലിയ ഗൂഢാലോചന ബന്ധപ്പെട്ട് 3 തവണ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ടും ലഭിക്കാത്ത തെളിവ് ഇപ്പോൾ എങ്ങനെ ലഭിച്ചു എന്നൊരു ചോദ്യമാണ് PS പ്രശാന്ത് നേരത്തെ ചോദിച്ചിരുന്നത്. മാത്രമല്ല PS പ്രശാന്തിന്റെ സമയത്ത് ഈ ദ്വാരപാലക ശില്പപാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ ഇടനിലക്കാരനായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അനുവദിച്ചിട്ടുമില്ല. എല്ലാം മാനദണ്ഡ പ്രകാരമാണ് ചെയ്തത്. ആകെ വീഴ്ച സംഭവിച്ചത് ഹൈക്കോടതിയിലെ പ്രത്യേക കമ്മീഷണറെ വിവരം അറിയിച്ചില്ല എന്നുള്ളതാണ്. അത് പിന്നീട് മാപ്പപേക്ഷ നൽകി, അത് കോടതി അംഗീകരിച്ചു. അതിനെ തുടർന്നാണ് ഈ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോയതിനു ശേഷം തിരികെ അത് സ്വർണം പൂശിയതിനു ശേഷം കൊണ്ടുവരുന്നതും. തിരികെ കൊണ്ടുവരുന്ന പാളികളിലാവട്ടെ കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രശാന്ത് പറഞ്ഞിരുന്നത്. പ്രശാന്തിന്റെ ഭരണകാലയളവിൽ ഒരു സ്വർണവും നഷ്ടപ്പെട്ടതായി ഒരു തെളിവുമില്ല. അത് അങ്ങനൊരു ആക്ഷേപം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനുമില്ല എന്നുള്ളതാണ്. എന്നാൽ 2019 മോഷണത്തെ മറയ്ക്കാൻ വേണ്ടിയാണോ 2025 ധൃതിപ്പെട്ട് ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോയതാണ്. പക്ഷെ അവിടെയും
അനുജ്ഞ വാങ്ങിയിട്ടുണ്ട്. അവിടെ തന്ത്രി ദേവസ്വം ബോർഡിന് കൊടുത്ത കത്ത് നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്താൽ അതിൽ പരസ്പര വൈരുദ്ധ്യമായേക്കാവുന്ന ചില മൊഴികൾ കൂടിയുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതല്ലേ പ്രതീഷ്? അരുൺകുമാർ, തീർച്ചയായും അതാണ്. കാരണം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശാന്തിനെ ചോദ്യം ചെയ്തതാണ്. അന്ന് കാര്യമായ ഒരു തെളിവുകൾ പ്രശാന്തിനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത SITക്ക് പ്രശാന്തിനെതിരെ തെളിവുണ്ടായിരുന്നുവെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്തരത്തിലൊരു നടപടികളിലേക്ക് SIT കടന്നതുമില്ല. പ്രധാനമായും 2025 ദേവസ്വം ബോർഡിന്റെ PS പ്രശാന്ത് പ്രസിഡന്റായ ദേവസ്വം ബോർഡിനുണ്ടായ ഏക വീഴ്ച ദേവസ്വം കമ്മീഷണറെ അറിയിക്കാതെ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു എന്നതാണ്. പിന്നീട് ഹൈക്കോടതിയിൽ ദേവസ്വം സെക്രട്ടറി ഉൾപ്പെടെ മാപ്പപേക്ഷ നടത്തിയതാണ്. മാത്രമല്ല മറ്റു കാര്യങ്ങളൊന്നും തന്നെ തന്റെ ഭാഗത്ത് വീഴ്ചയായി ഉണ്ടായിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അതിനുശേഷവും PS പ്രശാന്ത് ആവർത്തിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ SIT പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ഈ 2025 ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിൽ 2019 തട്ടിപ്പുമായി ബന്ധമുണ്ട്, സ്വർണ്ണ കവർച്ചയുമായി ബന്ധമുണ്ട് എന്നതാണ് പ്രധാനമായും SIT ഉന്നയിക്കുന്ന വാദം. ആ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയാണ്, വീണ്ടും ഈ സ്വർണം കവരുന്നതിന് വേണ്ടിയാണ് 2025 അറ്റകുറ്റപ്പണിക്കായി ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് എന്നതാണ് പ്രധാനമായും SIT കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഉദ്യോഗസ്ഥരുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് PS പ്രശാന്ത് ഗൂഢാലോചന നടത്തിയെന്ന് SIT പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇനി പ്രശാന്തിനെതിരെ എന്തുതരം തെളിവുകളാണ് ഉണ്ടാവുക എന്നതാണ് പ്രധാനമായും ഇനി അറിയാനുള്ളത്. എന്തായാലും വീട്ടിൽ ഉദ്യോഗസ്ഥരെത്തി PS പ്രശാന്തുമായി കുറച്ച് മിനിറ്റുകൾ ആശയവിനിമയം നടത്തി അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് PS പ്രശാന്തിനെ കൊണ്ടുപോകുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. സാധാരണഗതിയിൽ SIT കസ്റ്റഡിയിലെടുക്കുന്ന പ്രതികളെല്ലാം ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചാണ് വിശദമായി മൊഴി രേഖപ്പെടുത്തുക. പിന്നീട് ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതീക്ഷ തിരിച്ചു വരാം.